എന്താണ് മതം വിട്ടവനെ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? നമുക്കത് പഠിച്ചിട്ട് പോകണം. പ്രത്യേകിച്ച് പുതുതായിട്ട് വന്നിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ അതറിയണം. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, ഇപ്പോൾ പ്രിൻസ് ജോസഫ് എന്നോ അങ്ങനെ കണ്ട് പറഞ്ഞിട്ടൊരു ചങ്ങാതിയുണ്ട്, ഫേസ്ബുക്കിൽ കറങ്ങി നടക്കുന്നതാണ്. വലിയ ഇസ്ലാം മത സ്നേഹിയായിട്ട് ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിഷയങ്ങൾ നിരന്തരം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പുള്ളിയും കഴിഞ്ഞ ദിവസം പറയുന്നത് കിട്ടും ഇതുപോലുള്ള കാര്യം. ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന മതം അത് ഇസ്ലാമിൽ നിന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങൾക്കിത് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പിന്നെ മിണ്ടില്ല. പുള്ളി അവഹേളിച്ച് ഇതാക്കിയെന്ന് പറഞ്ഞ് നിലവിളിയാണ്. ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ രക്ഷിക്കാൻ കഴിയില്ല. ഇസ്ലാമിനുള്ള വസ്തുതകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് യൂസഫ് അൽ കർലാവി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ആയിട്ടുള്ളൊരു ക്ലറിക് ആൾ, അവിടുത്തെ ഒരു വലിയ പണ്ഡിതൻ, ഫത്വയൊക്കെ കൊടുത്തുകൊണ്ട് നടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മുല്ലാക്ക, ഓക്കെ അത്ര പറഞ്ഞാൽ മതി. മൂപ്പര് പറയുന്ന വാചകം ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. لم يتركوا الردة، لو تركوا الردة ما كان هناك إسلام، كان انتهى الإسلام منذ وفاة الرسول عليه الصلاة والسلام. فالوقوف أمام الردة هو الذي أبقى الإسلام. وفي آية المائدة إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض أن يقتلوا أو يصلبوا، جاء عن أبي قلابة وغيره من التابعين إن هذه جاءت في المرتدين، وجاءت أحاديث كثيرة، مش حديث واحد ولا اثنين ولا ثلاثة، أحاديث كثيرة عن عدد من الصحابة يعني في أن يقتل المرتد. حديث ابن عباس من بدل دينه فاقتلوه، حديث ابن مسعود لا يحل امرئ إلا بإحدى ثلاث، السيب الزاني والنفس بالنفس، والنفس بالنفس، والتارك لدينه المفارق للجماعة، وحديث أبي موسى الأشعري ومعاذ ابن جبل وأبي هريرة وعدد من الصحابة في مسألة ഓക്കെ. അപ്പം ഇതിൽ കണ്ടു, മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്നത് മാത്രമല്ല, അതിൽ അദ്ദേഹം നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച 5:33 അവിടെ ഒന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു. അള്ളാഹുവിനും പ്രവാചകനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം എന്നുള്ളത്, കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടണം, അല്ലെങ്കിൽ അവരെ കൊല്ലണം, നാട് കടത്തണം എന്നൊക്കെ പറയുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി ഉള്ളത്, ഈ നിയമം, ഈ പറയുന്ന വേജിങ് വാർ എഗെയിൻസ്റ്റ് ദ ഗോഡ് എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം, അതൊരു പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമായിട്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ കാണുന്നത്. ഇന്ന് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെതിരെ ചുമത്തുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഇനി റിപ്പോർട്ടുകൾ വരും, ഹിജാബിൻ്റെ പേരിൽ പ്രക്ഷോഭം നടത്തി അതിന് വിരുദ്ധമായിട്ട് നിന്ന് ആളുകളെ മുഴുവൻ അവിടെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൈയും കാലും വിപരീത ദിശയിൽ നിന്ന് വെട്ടുന്നത് അവിടെ വ്യാപകമായിട്ട് നടക്കുന്നു എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ അവർ മറ്റേ ക്രെയിനിൽ കെട്ടിത്തൂക്കുന്ന പരിപാടി, പബ്ലിക്കായിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്ന പരിപാടി, ഇതും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ വളരെയധികം സപ്രസ് ചെയ്യുന്നൊരു വിഷയമാണ് അത്. അധികം പുറത്തേക്ക് വരില്ല. മറ്റേ ഗാസയിലെ വിഷയങ്ങൾ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ, നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് കാലം കഴിയുമ്പോൾ വരും. അപ്പോൾ ഈ നിയമം ഇസ്ലാമിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇസ്ലാം ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഈ മഹാൻ പറഞ്ഞു വെക്കുന്നത്. ഞാൻ ഈ വിഷയം സംബന്ധിച്ച്, ഈ ഇസ്ലാമിലെ അപ്പോസ്റ്റസി സംബന്ധിച്ചിട്ടുള്ള മതനിരാസവും അത് ഉണ്ടാകുന്ന ആളുകളെ എന്ത് ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള ഈ വിഷയം, ഈ ഭാഗം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ പെങ്ങൾക്കാണ്. കാരണം ഞാൻ ഈ ഒരു വിഷയം പണ്ട് നിരാസം പറഞ്ഞിങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് പെങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ചെയ്തിട്ടുള്ളൊരു വിഷയമാണത്. കാരണം പുള്ളിക്കാരി ഒരു കാരണവശാലും സമ്മതിക്കില്ലായിരുന്നു. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല, മതം വിട്ടവനെ കൊല്ലണമെന്ന് ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിൽ അങ്ങനെ മതസ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിച്ച് നടന്നിരുന്ന ഒരാളായിരുന്നു. നമുക്ക് തെളിവ് പറഞ്ഞു കൊടുക്കാനേ കഴിയൂ, അവരെ വിശ്വസിപ്പിക്കാനൊന്നും കഴിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ മതനിരാസത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങളുടെ ഈ ഏത്തീസം അല്ലെങ്കിൽ യുക്തിവാദം നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ചോദിക്കുക. അങ്ങനെ പോലും എത്തിക്കാൻ കഴിയാത്ത സാധനം നിങ്ങൾ അത് പറഞ്ഞു നടക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് അവരോട് പറയാനുള്ളത്, മുഹമ്മദ് നബി 13 വർഷം മക്കയിൽ നിന്നിട്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം അമ്മാവനെ പോലും മാറ്റാൻ കഴിയാതെ നിലവിളിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയ ആളാണ്. വെറും 10 വിരലിൽ എണ്ണാവുന്ന ആളുകളെ മാത്രമാണ് പുള്ളിക്ക് ആ മക്കയിൽ 13 വർഷം പ്രബോധനം നടത്തിയിട്ട് കിട്ടിയതെന്നാണ് അറിയുന്നത്. മാത്രമല്ല, അങ്ങനെ ഈ അമ്മാവൻ മരിച്ചു കിടക്കുന്ന സമയത്ത് മൂപ്പര് അതിൻ്റെ തലയ്ക്കാൻ പുറത്തിരുന്ന് നിലവിളിയായിരുന്നു, നിലവിളി.
മൂപ്പർ എങ്ങനെയെങ്കിലും ഒന്ന് എന്താണ് അമ്മാവ ഒന്ന് മതത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവസാനം പുള്ളീനെ സമാധാനിപ്പിക്കും, മൂപ്പർ വരുന്നില്ല. ആ സമയത്ത് പോലും പുള്ളി അതിൽ ഉറച്ചു നിന്നു. പുള്ളി പറഞ്ഞത്, അപ്പോൾ ആയത്തിറക്കിയിട്ട് സ്വയം സമാധാനിച്ചത് എന്താണ്, ഞാൻ വിചാരിച്ചാലേ ആളുകൾ മതത്തിലേക്ക് വരൂ, നീ വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സ്വയം സമാശ്വസിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളവിടെ കണ്ടത്. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമ്മൾ പറയുന്നത്, പറയാനുള്ള കാര്യം കുടുംബത്തിൽ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മളിവിടുത്തെ വിഷയം. സമൂഹത്തിൽ ഇത് പറയുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. അത് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഒരു പരീക്ഷണം നടത്താം. അതിന് ഞാൻ എപ്പോഴും റെഡിയാണ്. മുന്നേ നടത്തിയിട്ടുള്ളതാണ്, അതിൻ്റെ വീഡിയോ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് വേറെ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ചിന്ത എത്രമാത്രം കുടുംബത്തിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചു എന്ന് ചോദിച്ച് നമ്മൾ പിന്നാലെ കൂടിയാൽ, ഇസ്ലാം എന്ന് പറയുന്ന സാധനം മുഹമ്മദിന് പോലും സ്വന്തം കുടുംബത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയാത്ത സാമാനമാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വലിയ യമണ്ടൻ ചോദ്യമായിട്ട് അത് അവതരിപ്പിക്കാൻ നിൽക്കണ്ട, സ്വയം നാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഈ അപ്പോസ്റ്റസിയെ സംബന്ധിച്ച് ഇത് നമ്മൾ പറയുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല ആളുകളും, പ്രിൻസ് ജോസഫ് അടക്കം പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനൊരു സംഭവം ഇസ്ലാമിൽ ഇല്ല സർ, ഇങ്ങനൊരു സംഭവം ഇസ്ലാമിൽ ഇല്ല സർ, അത് നിങ്ങളുടെ തോന്നലാണ് സർ എന്നാണ് പറയുക. അപ്പം നമുക്കത് നോക്കണമല്ലോ എന്താണ് ഇതിനകത്ത് പറയുന്നതെന്നുള്ളത്. ഈ മുഹമ്മദ് നബി മരിച്ചു കിടന്ന സമയം, ആ മരിച്ചു കിടന്നിട്ടുള്ള പുഴുത്ത് അവിടെ കിടന്നതൊക്കെ നമ്മൾ അറിയും. അവിടെ നാറാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ ഇത് ശരിക്കും ചത്തതാണെന്ന് മനസ്സിലാക്കിയിട്ട് എടുത്ത് കുഴിച്ചിടുകയാണ് ചെയ്തത്. പ്രവാചകന്മാരങ്ങനെ നാറില്ല, പുഴുക്കില്ല, അങ്ങനെ മരിക്കില്ല എന്നൊക്കെ വിചാരിച്ച് നടന്നിരുന്നൊരു സമയത്ത് നാറാൻ തുടങ്ങി, പുഴുത്ത് അരിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തെ കുഴിച്ചിടാണ് ഉണ്ടായത്. ആ സമയത്ത് അത് കഴിഞ്ഞ ഉടനെ ആളുകൾ മതത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ തുടങ്ങി. മതത്തിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം, പറഞ്ഞല്ലോ, നമുക്കല്ല ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി കുത്തനബി എന്നൊക്കെ വിളിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൊള്ള നടത്തുന്ന ഒരാൾ, അത് നടത്തിയിട്ട് കിട്ടുന്ന മുതൽ വീതം വെച്ച് കൊടുക്കുന്ന ഒരാൾ, അങ്ങനെ അവർക്ക് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു കൊള്ളക്കാരൻ, ഒരു ഗബ്ബർ സിംഗ്, നമ്മളെപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ മരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും, ഒരു ഓണ്ടർപ്രണർ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു സക്സസറെ അവർ തേടും. അങ്ങനെ തേടിയിട്ട് പുതിയ പ്രവാചകന്മാരെ ഗബ്ബർ സിംഗ് 2, 3 ഒക്കെ അന്വേഷിച്ച് അവർ ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി. അവർ അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണ് പ്രവാചകൻ മുഹമ്മദ് എന്നുള്ളത് അങ്ങ് മാറ്റി വെച്ചിട്ട് പുതിയ പ്രവാചകന്മാരെ തേടി ഇറങ്ങിയപ്പോൾ ഈ ഉമറും അബൂബക്കറും വലിയ പ്രശ്നമായി. അങ്ങനെ അബൂബക്കറിൻ്റെ നേതൃത്വത്തിൽ മുഹമ്മദ് നബിയുടെ മരണശേഷം 632 മുതൽ 33 വരെ കാലഘട്ടങ്ങളിൽ, ആ ഒരു വർഷത്തിൻ്റെ ഇടയിൽ നടന്ന ഒരു കൂട്ടം യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധം എന്ന് പറഞ്ഞാൽ മതം നിരാസം പ്രഖ്യാപിച്ച് പുതിയ പ്രവാചകന്മാരെ തേടിയും അല്ലാതെയൊക്കെ പുറത്തേക്ക് ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു പരിപാടി. അതിനെ വിളിക്കുന്ന പേരാണ് ബാറ്റിൽസ് എഗെയിൻസ്റ്റ് അപ്പോസ്റ്റേറ്റ്സ് എന്ന അർത്ഥത്തിൽ റിദ്ദ വാഴ്സ് എന്നാണ് പറയുക. റിദ്ദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനിരാസം. ഇത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സംഭവമാണ്. ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഈ എടുത്തിരിക്കുന്നത് പോലും ഒരു ഇസ്ലാമിക വിശ്വാസിയായിട്ടുള്ള ഒരാൾ നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഈ വിഷയം സംബന്ധിച്ചിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇത് റിദ്ദ വാഴ്സ് എന്ന് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസും അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസും കിട്ടും. വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇസ്ലാമിൽ മതനിരാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഒരു വിഷയമല്ല. അത് കൊല്ലണം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള ചില ഫത്വകൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഇസ്ലാം Q&A നമ്മളെപ്പോഴും കോട്ട് ചെയ്യാറുള്ളൊരു വെബ്സൈറ്റാണ്, ഒരു ഫത്വ വെബ്സൈറ്റാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരത്തിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചിരിക്കുകയാണ്, ഈ മതം ഉപേക്ഷിക്കുന്നവനെ കൊല്ലണമെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പല ആംഗിളിൽ നിന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് 1, 2, 3, 4 എന്ന് പറഞ്ഞിങ്ങനെ എണ്ണി പുള്ളി പല കാര്യങ്ങൾ പറഞ്ഞാണ്. അതിൽ 4thly എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എഴുതിയെന്ന ആ ഭാഗമൊന്ന് നമുക്ക് വായിക്കാം. 4thly, the apostate is not to be put to death immediately after he falls into apostasy. ഒരു മതനിരാസം പ്രഖ്യാപിച്ച ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള മുർത്തദ് എന്ന് നമുക്ക് വിളിക്കാം. മുർത്തദിനെ ഉടനെ തന്നെ കൊല്ലാൻ പാടില്ല, അതായത് കൊല്ലണം, പെട്ടെന്ന് കൊല്ലരുത് എന്ന്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. Especially if his apostasy happens because of some doubt that arose. അവൻ പ്രത്യേകിച്ച് അങ്ങനെ അവൻ ഒരു മുർത്തദായത് ഇസ്ലാമിലെ ചില വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സംശയം സംബന്ധിച്ചിട്ടുള്ള കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവനെ പെട്ടെന്ന് കൊല്ലരുത്, കുറച്ച് സമയം കൊടുക്കണം എന്ന്. റാദർ ഹി ഷുഡ് ബി ആസ്ക്ഡ് ടു റിപ്പൻറ്റ്, അവനോട് പശ്ചാത്താപിക്കാൻ നമ്മൾ ആവശ്യപ്പെടണം. ആൻഡ് ഹി ഷുഡ് ബി ഓഫേർഡ് ദ ഓപ്പർച്യൂണിറ്റി ടു റിട്ടേൺ, എന്നിട്ട് അവന് തിരിച്ചു വരാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കണം. ടു ഇസ്ലാം ആൻഡ് റിസോൾവ്
ഹിസ് ഡൗട്ട്സ്, അവൻ്റെ സംശയങ്ങൾ മാറ്റാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കണം. ഇഫ് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദെൻ ഇഫ് ഹി പെർസിസ്റ്റ്സ് ഇൻ ഹിസ് അപ്പോസ്റ്റസി ആഫ്റ്റർ ദാറ്റ് ഹി ഈസ് ടു ബി പുട്ട് ടു ഡെത്ത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നിട്ടും അവൻ ആ ഡൗട്ട് മാറ്റി മുന്നോട്ട് വരാതെ അവൻ വീണ്ടും മുർത്തതായിട്ട് തുടർന്നാൽ ലം യലിദ് വലം യുലദ് വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, കൊന്നു കളഞ്ഞേക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ തുടർന്നുള്ള ഭാഗം ഒരു ഹദീസ്, നമ്മൾ വെറുതെ തള്ളി പറയുന്നതാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കുറച്ച് ഹദീസ് ഉള്ളത് നല്ലതാണ്. ദ സഹീഹ് സുന്ന ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പുട്ട് ദ അപ്പോസ്റ്റേറ്റ് ടു ഡെത്ത്. അതായത് നമ്മളുടെ സുന്നത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്, അതായത് നബി ചര്യ എന്ന് പറയുന്നത് അത് മുർത്തദുകളെ കൊല്ലുക എന്ന് തന്നെയാണ്. എന്നിട്ട് ബുഖാരി 6922 narrated that Ibn Abbas said, the messenger of Allah, peace, said, whoever changes his religion, put him to death. ഞാൻ നേരത്തെ പറഞ്ഞു, തെളിവ് പിന്നാലെ വരുന്നുണ്ട് വിത്ത് കോയി ബിരിയാണി. അതാണ് ഈ സാധനം. അതായത് നബി പറയുന്ന സംഗതിയാണ്, ഹൂ എവർ ചേഞ്ചസ് ഹിസ് റിലീജിയൻ പുട്ട് ഹിം ടു ഡെത്ത്. അപ്പോൾ ഇത് പറയുമ്പോൾ വിശ്വാസികൾ പറയും അത് രാജ്യസുരക്ഷയുടെ ഭാഗമാണ്, രാജ്യത്തിന് എതിരെ പ്രവർത്തിച്ചതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ വെല്ലുവിളിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഇതെന്തോ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങളിത് കൂടുതൽ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയല്ല. മതനിരാസം എന്ന് പറയുന്നത്, മുർത്തദാവുക എന്ന് പറയുന്നത്, അത് മനസ്സിലുള്ളതാകാം, വാക്കുകൾ കൊണ്ടുള്ളതാകാം, പ്രവൃത്തികൾ കൊണ്ടുള്ളതാകാം, ഏത് ലെവലിലുള്ള ആളാണെങ്കിലും അത് അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് തിരിച്ച് അവൻ്റെ സംശയം മാറ്റി തിരിച്ചു വരുന്നില്ല എന്നുണ്ട് എങ്കിൽ അവനെ കൊന്നിരിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു തർക്കമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. മൈ ഫോൺ നമ്പർ ഈസ് 112266. അൽ ബുഖാരി 6484 and Muslim 1674 narrated that Abdullah ibn Masud said, the messenger of Allah said, it is not permissible to shed the blood of a Muslim who bears witness that there is no God except Allah and that I am the messenger of Allah, except in one of three cases: a soul for a soul, ഒരാൾ മറ്റൊരാളെ കൊന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ a previously married person who commits zina, and one who leaves his religion and separates from the main body of the Muslims. ഇതിൽ ഈ 3 കാരണങ്ങൾ പറയുമ്പോൾ അതിലൊരു കാര്യം കൂടി വ്യക്തമാണ്. ഇവിടെ ദേശദ്രോഹം എന്ന് പറയുന്ന സാധനമൊന്നും അവിടെ എവിടെയും വരുന്നില്ല. അതായത് ഹീ സെപ്പറേറ്റ്സ് ഫ്രം ദ മെയിൻ ബോഡി ഓഫ് ദ മുസ്ലിംസ്. അവൻ മുസ്ലിങ്ങൾ എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ നിന്നും മാറി അമുസ്ലിമായി മാറുന്നു, അല്ലെങ്കിൽ മുർത്തദാകുന്ന ഒരു ഘട്ടം എത്തിയാൽ, നിങ്ങൾ എങ്ങനെയാണോ ഒരു വ്യഭിചാരിയെ കൊല്ലുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ഒരു മറ്റൊരാളെ കൊന്നതിൻ്റെ പേരിൽ ഒരാളെ കൊല്ലുന്നത്, അതുപോലെ തന്നെ ഈ മതം ഉപേക്ഷിച്ചവനെയും കൊന്നിരിക്കണം എന്ന് തന്നെയാണ് മുഹമ്മദ് നബി പഠിപ്പിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, വേറെയും ചില ഹദീസ് ഉണ്ട്. അതിൽ ഒരു ഹദീസ് ഇതുപോലെ മതം ഉപേക്ഷിച്ച കുറച്ച് ആളുകളെ തീയിട്ട് കൊന്നു. അങ്ങനെ കൊന്നു എന്നുള്ള കാര്യം ഇങ്ങനെ നമ്മളെ ഖലീഫ അലിയുടെ അടുത്താണ് വന്ന് പറയുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അലി ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ തീയിട്ട് കൊല്ലാൻ? മുഹമ്മദ് അങ്ങനെ അല്ലല്ലോ നമ്മളെ പഠിപ്പിച്ചത്, തല വെട്ടാനല്ലേ പറഞ്ഞത്. ഈ തീയിട്ട് കൊല്ലുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ശിക്ഷാ രീതിയിലെ, നമ്മളങ്ങനെ തീയിട്ട് കൊല്ലാൻ പാടുണ്ടോ എൻ്റെ കുരുപ്പുകളെ എന്ന് ചോദിച്ചിട്ട് അവരെ ശകാരിക്കുന്ന അലിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര മഹത്തരമാണ് ഇസ്ലാം. കൊല്ലുന്ന സമയത്ത് പോലും അതിനുള്ള മാർഗങ്ങൾ കൃത്യമായിട്ട് നിർവചിച്ച് വെക്കുകയും അത് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഇത്ര കണിശമായിട്ട് അത് ഓവർസീ ചെയ്യാൻ വേണ്ടി മെനക്കെടുന്ന ഒരു മതം, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന മതം. എത്ര മനോഹരമാണ് ഇസ്ലാം. നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? ഇതാണ് ഇസ്ലാം. അവിടെ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മതം വിട്ടവനെ കൊല്ലരുത് എന്ന് പറയുന്നത്. കൊല്ലുമ്പോൾ തീയിട്ട് കൊല്ലരുത്, കഴുത്ത് വെട്ടി കൊല്ലണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മതനിരാസകനോടുള്ള, മതനിഷേധിയോടുള്ള, അല്ലെങ്കിൽ ഇതുപോലെ മുർത്തദിനോട് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവർ പറഞ്ഞു വെക്കുന്ന ഇതാണ്: The general meaning of these ahadith indicates that it is essential to put the apostate to death whether he is waging war on Islam or not. അവൻ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും അവൻ മതനിഷേധിയാണെന്നുണ്ടെങ്കിൽ അവനെ കൊന്നിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി വിശ്വാസികൾ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും, വേറെ എവിടെ വേണേലും വെക്കാട്ടോ, നിങ്ങൾ ഏത് ഭാഗം കൊണ്ടാണോ ചിന്തിക്കുന്നത് ആ ഭാഗം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. എന്നിട്ട് പറയാം, മതം വിട്ടവൻ എന്ത് ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? അത് കൊല്ലണമെന്ന് തന്നെയല്ലേ? അല്ല എന്ന് ഇനി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഞാനിവിടെ കാണിച്ചിട്ടുള്ള ഈ തെളിവുകൾ ഇത് നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ പറഞ്ഞത് നുണയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് അവഹേളനമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ?
ഇല്ല. ഇത് വിദ്വേഷം പടർത്തുന്നതാണെന്ന് പറയാൻ പറ്റുമോ? അല്ല. നിങ്ങൾ മതം വിട്ടവനെ അതും കൊല്ലലാണല്ലോ. ഉമ്മ വെക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ വന്ന് പറയുന്നു അല്ല അവനെ കൊല്ലണമെന്നാണ് ഇസ്ലാം പറയുന്നത് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾക്കത് അവഹേളനമായിട്ട് തോന്നുന്നു, അധിക്ഷേപിക്കലായിട്ട് തോന്നുന്നു, അത് വേറെന്തൊക്കെയോ ആയിട്ട് തോന്നുന്നു. ഇതിന് ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ നിലവിളി നിർത്തിയിട്ട് ഈ തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരാൻ തയ്യാറാവുക. ഇത് പറയുമ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. മതം വിട്ടവനെ കൊല്ലുക അല്ലെങ്കിൽ ബ്ലാസ്ഫമേഴ്സിനെ കൊല്ലുക, ഇതുപോലെയൊക്കെയുള്ള നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അത് എടുത്തു കളയേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ തന്നെ അതിനെതിരെയുള്ള വലിയ ഒരു മൂവ്മെൻറ്റ്സ്, നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം നിലകൊള്ളുന്ന ആളുകളായിട്ട് മുസ്ലിങ്ങൾ മാറണം. കാരണം മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിൻ്റെ ആശയങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ ആശയം വയലൻസ് ആണ്. ആ ആശയം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാരണവശാലും ഇസ്ലാമിനെ സമാധാന മതമെന്ന് വിളിക്കാനുള്ള അർഹതയില്ല. ഒരു സമാധാനവും തരാത്ത മതമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതൊരു വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന മതമാണ് എന്ന് പറയേണ്ടി വരും. അത് ആളുകൾ പറയും. ആ പറയുന്ന സമയത്ത് ഇസ്ലാമിനെ അവഹേളിച്ചു, മുസ്ലിങ്ങളെ മുഴുവൻ കുഴപ്പക്കാരായിട്ട് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ലോകം മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരെ ഈ രീതിയിൽ തിരിഞ്ഞു നിന്ന് ചിന്തിക്കുന്ന, നിങ്ങൾ കാണിക്കുന്ന പോക്കരിത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ പൊങ്ങി വരുമ്പോൾ അവിടെ നിങ്ങളിത് പറയേണ്ടതായിട്ട് വരും. ഇനി ഇതൊക്കെ പറഞ്ഞിട്ടും ഇനിയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കഥ കൂടി പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു ഇത് വളരെ നീണ്ട ലൈവായിരിക്കുന്നു, ഏതാണ്ട് 1.25 മണിക്കൂറായി. കട്ട് ചെയ്തിട്ടോളാം, ഡോണ്ട് വറി. ഇത് ഒരു ഇസ്ലാമിലെ ആദ്യത്തെ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചാണ്. നമ്മളെ മന്നാനി ഉസ്താദ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ എക്സ് മുസ്ലിമിനോട് നമ്മളുടെ മമ്മദ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചിട്ട്, ഈ ഡോഗ് വിസിലിംഗ് മമ്മദ് എങ്ങനെയാണ് നടത്തിയത് എന്നതിനെക്കുറിച്ചും കൂടിയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇസ്ലാമിലെ വയലൻസ് ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ഇന്നത്തെ നമ്മളെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അബ്ദുള്ള ഇബ്ന് സാദ് ഇബ്ൻ അബീസർ, ഇതാണ് ആളുടെ പേര്. ഇദ്ദേഹം ഇസ്ലാമിലെ ആദ്യത്തെ എക്സ് മുസ്ലിം എന്ന് നമുക്കറിയാൻ സാധിക്കുന്ന ഒരാളാണ്. അതായത് മതത്തിലേക്ക് വന്നു, എന്നിട്ട് മതത്തിൽ നിന്ന് പുറത്തേക്ക് പോരുന്നു. ഈ ഒരു കഥ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മളുടെ നബി അസ്ലി എന്ന് പറയുന്ന ചാനലിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള വീഡിയോ കിടപ്പുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് വിശദമായിട്ട് അതിനകത്ത് പോയിട്ട് കാണാം. പ്രൊഫറ്റ് മുഹമ്മദ് ആൻഡ് അബ്ദുള്ള ഇബ്നു സർ എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കഥ വളരെ വിശദമായിട്ട് ഏതാണ്ട് 10 മിനിറ്റ് നീളമുള്ള ഒരു കഥയാണ്. അത് നല്ല രീതിയിൽ അവരവിടെ വിത്ത് റെഫറൻസ് അവിടെ ഉണ്ട്. നബി അസ്ലി ചാനലിൻ്റെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ അത് പോയി കാണാവുന്നതാണ്. അപ്പോൾ എന്താണ് ആ കഥ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. നബി എങ്ങനെയാണ് ഇതുപോലെയുള്ള ആളുകളെ നേരിട്ടിരുന്നത് എന്നത്. അതായത് മക്ക വിജയം 630 AD സംഭവിക്കുന്നു. അങ്ങനെ മദീനയിൽ നിന്നും വലിയ സൈനിക ശക്തിയായിട്ട് മാറിയ മുഹമ്മദ് കുറേ 10,000-15,000 പടയാളികളെയും കൂട്ടി തിരിച്ച് മക്ക പിടിച്ചടക്കുന്നു. അങ്ങനെ പിടിച്ചടക്കുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ഉത്തരവിടുകയാണ്. അതായത് അവിടെയുള്ള എതിർത്ത് നിൽക്കുന്ന ആളുകളെ മുഴുവൻ കൊല്ലാൻ അവിടെ കൽപ്പിക്കുന്നു. അങ്ങനെ കൽപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ പുള്ളി ഒരു സീക്രട്ട് ഒരു ഓർഡറും പാസ്സാക്കുന്നുണ്ട്. ആ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകളുടെ ഒരു ലിസ്റ്റ് കൈ കൊടുത്തിട്ട് ഈ ആളുകളെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തിട്ട് അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ ഒന്ന് കൊല്ലണം എന്ന് പറയുന്നു. ആ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ലിസ്റ്റ് ഇതുപോലെ 10 ആളുകളെ നിങ്ങൾക്ക് കാണാം. ഇക്രിമ ഇബിൻ അബീജൽ, ഹബ്ബാർ ഇബിൻ അബി അസ്വദ്, അങ്ങനെ കുറേ ആളുകൾ താഴെ നിങ്ങൾക്ക് കാണാം. സാറ, ഫർത്താന, അതുപോലെ ഖുറൈബ എന്നൊക്കെ പറയുന്ന കുറേ ആളുകൾ, ഒരു 10 ആളുണ്ട്. കുറച്ച് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരും ഉണ്ട്. ഇതിൽ ഈ 3ാമത്തെ നമ്പർ നിങ്ങൾക്ക് കാണാം. ഈ 3ാം നമ്പറുകാരനാണ് നമ്മളുടെ വില്ലൻ, ഈ നമ്മുടെ എക്സ് മുസ്ലിം അബ്ദുള്ള ഇബിൻ സാദ് ഇബിൻ അബീസർ. ഇതാണ് നമ്മളുടെ ആൾ. ഈ സാദ്, ഈ അബ്ദുള്ള ഇബിന് എന്താ ഇപ്പോൾ നമുക്കൊരു ചുരുക്കപ്പേട്, നമ്മളെ സാറ് ഇബിന് അബീസറിനെ എന്തിനാണ് കൊല്ലുന്നത്, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇദ്ദേഹം ഖുറൈശി ഒരു യുവാവാണ്. അവിടുത്തെ ഒരു സമ്പന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വരുന്ന ഒരാളായിരുന്നു പുള്ളി. അത്യാവശ്യം വിദ്യാസമ്പന്നനായിരുന്നു, എഴുത്തും വായനയൊക്കെ അറിയും. നമ്മളെ മമ്മദിന് ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മദിന് ഒരു വലിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ കഥ, കവിത ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലയിലൂടെ വരുമ്പോൾ നമ്മളതിനെ വെളിപാട് എന്നൊക്കെ വിളിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിങ്ങനെ നോട്ട് ചെയ്ത് എഴുതി വെക്കണം എവിടെയെങ്കിലുമൊക്കെ. എഴുതാൻ മൂപ്പർക്ക് അറിയില്ലല്ലോ, അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് ആളുകളെ കൂടെ കൊണ്ടു നടക്കും. അങ്ങനെ കൊണ്ടു നടന്നിരുന്ന ആളുകളിൽ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു ഈ അബീസർ എന്ന് പറയുന്ന ഈ ചങ്ങാതി. അങ്ങനെ ഇവനെ കൊണ്ടുപോകുന്നു. ഇങ്ങേര് നമ്മളുടെ
ഉസ്മാൻ എന്ന് പറയുന്ന നമ്മളെ ഖലീഫയായിട്ടുള്ള ആളുടെ ഒരു ബന്ധു കൂടിയാണ്, മീൻസ് മൊലകുടി ബന്ധം, അങ്ങനെ എന്തോ ഒരു ബന്ധമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കണക്ഷനും കൂടിയുണ്ട്. അങ്ങനെ പുള്ളി മുഹമ്മദിനെ കുറിച്ച് അറിയുന്നു. പുള്ളി നേരെ മദീനയിലേക്ക് യാത്ര തിരിക്കുന്നു. മദീനയിലെത്തുന്നു. മദീനയിലെത്തിയിട്ട് ഉടനെ മുഹമ്മദിനെ കണ്ടിട്ട് ഐ ആം യുവർ മെൻ എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒപ്പം ചേരുന്നു. അവിടെ അഷ്ഹദു അൻ ലാ, നമ്മളെ കലിമ ചൊല്ലിയിട്ട് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞ് നേരെ അങ്ങ് കാക്കാനായി മാറുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര എഴുത്തും വിദ്വാനൊക്കെയാണെന്ന് അറിഞ്ഞ് മൂപ്പര് ഉടനെ സ്ക്രൈബാക്കി മാറ്റി. അങ്ങനെ മുഹമ്മദിന് ഇങ്ങനെ വരുന്ന വെളിപാടുകളൊക്കെ കുറിച്ച് വെക്കുന്ന ഒരാളായിട്ട് അവിടെ ജോലിയിൽ കയറി. അങ്ങനെ വെക്കുന്ന സമയത്ത് പുള്ളി ഒരുപാട് ആയത്തുകൾ എഴുതി. അങ്ങനെ എഴുതുന്ന കൂട്ടത്തിൽ ഒരു ആയത്ത് വന്നപ്പോൾ ഇതിനകത്ത് സൂറത്ത് അൽ മുഅ്മിനൂൻ, അതിനകത്ത് 14-ാമത്തെ ആയത്ത്, നമ്മളുടെ ഈ എംബ്രയോളജി ഇൻ ഖുർആൻ എന്നൊക്കെ പറയുന്ന ആ വലിയ തള്ളിമറിക്കുന്ന ആയത്ത്, അതിങ്ങനെ എഴുതുകയാണ്. അപ്പോൾ എഴുതുന്ന സമയത്ത് ഞാൻ ആദ്യം ദെൻ വി മെയ്ഡ് ദ സ്പേം ഇൻ ടു എ ക്ലോട്ട് ഓഫ് കൺജീൽഡ് ബ്ലഡ്, പിന്നെ ഫ്ലഷ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതുന്ന ആ സംഗതി. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ പറയുള്ളൂ അള്ളാഹു വളരെ കാരുണ്യവാനും കരുണാനിധിയും ജയലളിതയൊക്കെയാണെന്ന് പറയുന്ന ആ സ്റ്റൈലിൽ പുള്ളി ഇങ്ങനെ ലാസ്റ്റ് പുള്ളിയുടെ വക 2 വാക്ക് കൂട്ടി അങ്ങ് പറഞ്ഞു. മൂപ്പര് മുഹമ്മദ് സത്യത്തിൽ അത് പറയാൻ വിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് സോ ബ്ലസ്ഡ് ഈസ് അള്ളാ ദ ബെസ്റ്റ് ഓഫ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു. അള്ളാഹു ഖൈറുൽ ഖാലിഖിൻ അങ്ങനെ കണ്ട് പറഞ്ഞിട്ടൊരു സാധനം അതിനെ എടുത്ത് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് ഇത് കൊള്ളല്ലോ, അതും കൂടി എഴുതിക്കോ എന്ന് പറഞ്ഞു. റൈറ്റ് ഇറ്റ് ഡൗൺ, യെസ് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വാസ് ഡിസെൻഡഡ് ടു മീ എന്ന് പറഞ്ഞിട്ട് ഇബ്നു സറീനോട് പറയാണ്. ഇബ്നു സറീൻ്റെ കിളി പോയി ഇത് കേട്ടിട്ട്. ഇതിപ്പോൾ ഞാൻ കൈന്നിട്ട സാധനമല്ലേ, ഇതെങ്ങനെയാണ് ഇപ്പോൾ അള്ളാഹു ഇറക്കിയതെന്ന് പറയണത്. കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകാൻ തുടങ്ങി. മൂപ്പരാകെ കിളി പോയ അവസ്ഥയിൽ സംഭവം പിടികിട്ടി. ഇത് സംഗതി അള്ളാഹു ഇറക്കണമെന്നല്ല, ഇത് മുഹമ്മദ് കയ്യിൽ നിന്നിട്ട് ഇടുന്ന സാധനമാണ് ഈ ഖുർആൻ എന്നുള്ളത് ഈ സ്ക്രൈബായിട്ട് എഴുതാൻ വന്ന ഈ ചങ്ങാതിക്ക് കാര്യം പിടികിട്ടി ഇബ്നു സറീന്. മൂപ്പർ ഉടനെ തന്നെ ഒരു അർജൻറ്റ് ലീവ് എടുത്തിട്ട് നേരെ മക്കയിലേക്ക് തിരിച്ചുവിട്ടു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിയുടെ മനസ്സിൽ വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇങ്ങനെ മുഹമ്മദിന് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും, അങ്ങനെ പറ്റുന്ന ആളുകളെയൊക്കെ ഇതുപോലെ കവിതയൊക്കെ ഇട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ പ്രവാചകൻ എന്നാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു പ്രവാചകനല്ലേ എന്ന് പുള്ളിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ അവസാനം പുള്ളി തിരിച്ച് മക്കയെ വന്നിട്ട് ഈ കഥയൊക്കെ നാട്ടുകാരോട് പറയാൻ തുടങ്ങി. നാട്ടുകാരോട് പറഞ്ഞ് നാട്ടുകാർ അത് വലിയ തോതിൽ തമാശയാക്കി എടുത്ത് മുഹമ്മദിനെ ഒരു കളിയാക്കി കൊല്ലാൻ തുടങ്ങി, ട്രോളാൻ തുടങ്ങി. അന്നത്തെ ലെവലിൽ ഇത് അങ്ങനെയാണ്, ദാറ്റ് ഈസ് ഹൗ ഖുർആൻ വാസ് റിട്ടൺ എന്നുള്ള രീതിയിൽ പറയാണ്. ഇങ്ങനെയാണ് സത്യത്തിൽ ഖുർആൻ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരവിടെ മുഹമ്മദിനെ കളിയാക്കി കൊല്ലാൻ തുടങ്ങി. നാട്ടുകാർ മുഴുവൻ ഇളകി. മുഹമ്മദിൻ്റെ കള്ളത്തരം വെളിച്ചത്തായി എന്നുള്ള രീതിയിൽ വന്നു. ഇത് മുഹമ്മദിൻ്റെ ചെവിയിലേക്ക് എത്തി. മുഹമ്മദിന് ചില്ലറ പണിയൊന്നുമല്ലത് കിട്ടിയത്. കാരണം പുള്ളിയുടെ പ്രവാചകൻ എന്നുള്ള ക്രെഡിബിലിറ്റിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഇത് ഞാൻ കൈനിട്ടതാണ് എന്നുള്ള ആ ലെവലിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പുള്ളി അത് ഉടനെ വലിയ സംഭവമായിട്ട് എടുക്കുകയും ഇത് വലിയ പ്രശ്നമാക്കി മാറ്റി. അങ്ങനെ പുതിയ ആയത്തുകളൊക്കെ അതിൻ്റെ പേരിൽ ഇറക്കാം. എന്നെ കള്ളനെന്ന് വിളിക്കുന്നുവോ, ഇങ്ങനെ ഞാൻ കയ്യിൽ നിന്നും ഇടുന്നവനെന്ന് വിളിക്കുന്നുവോ, എന്നെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും മോശമായിട്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പുതിയ ആയത്തുകളൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് ഇറക്കി ചേർത്തു. അങ്ങനെ പറഞ്ഞത് ഇതാണ്, ഇത് പറയുന്ന ആളുകൾ അവർ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് കാണാം, യു വിൽ ബി റിവാർഡഡ് വിത്ത് ദ ടോർമെൻറ്റ് ഓഫ് ഡിസ്ഗ്രേസ് ഫോർ ടെല്ലിങ് ലൈസ് അബൌട്ട് അള്ളാഹ് ഇഫ് യു എന്താണ് കുഡ് ഓൺലി സീ ദ റോങ് ഡുവേഴ്സ് ഇൻ ദ ത്രോസ് ഓഫ് ഡെത്ത്. ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന ആളുകൾ അവർ മരണം അഭിമുഖീകരിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഡോഗ് വിസിലിംഗ് നടത്തുന്ന മുഹമ്മദിനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലല്ലോ. എന്തായാലും ഡോഗ് വിസിലിംഗ് ആണ്. അന്നത്തെ നാട്ടുകാർക്ക് വേറെയും പണിയുള്ളതുകൊണ്ട് അവർ തുടക്കത്തിൽ ഇതിനൊന്നും നിന്നില്ല. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങാതിനെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മക്ക വിജയത്തിൻ്റെ സമയത്ത് ഒരുപാട് ആളുകളെ കൊല്ലാൻ വേണ്ടി ലിസ്റ്റ് ഇട്ടപ്പോൾ ആ ലിസ്റ്റിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ലിസ്റ്റിൽപ്പെട്ട ആൾ എന്നുള്ള രീതിയിൽ പുള്ളി അവിടെ നിൽക്കുമ്പോൾ അതിലെ ബാക്കി ചില ആളുകളെ കൊന്നതിനെ കുറിച്ചിട്ട് ഈ ചങ്ങാതിക്ക് വിവരം കിട്ടി, ഇബ്നു സറൈന്. അപ്പോൾ ഇബ്നു സറൈന് വിവരം കിട്ടിയപ്പോൾ ഇബ്നു സറവ് എന്ത് ചെയ്തു, നേരെ നമ്മൾ ഉസ്മാൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അണ്ണ കാപ്പാത്തുങ്കെ എന്നും പറഞ്ഞ് അവിടെ ചെന്ന് കയറി. എന്ത് പറ്റിയില്ല എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടിട്ടുണ്ട്, ഇതൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് ഒളിപ്പിച്ചു. മൂപ്പരുടെ വീട്ടിലായിരുന്നു കുറേ കാലം നമ്മളുടെ ഇബ്നു സറവ് ജീവിച്ചിരുന്നത്. കുറച്ച് ദിവസം അവിടെ നിന്നു. അങ്ങനെ നിന്ന് അവസാനം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഓക്കെ ഇനി എല്ലാവരും വന്ന് എന്നെ റസൂലുള്ളയായിട്ട് എല്ലാവരും അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. കസേരമ കാല് കയറ്റിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മുഹമ്മദ്. അങ്ങനെ നമ്മൾ ഉസ്മാന് ഇതുപോലെ
അബീസറീനെയും കൂട്ടിയിട്ട് വന്നു. അങ്ങനെ കൂട്ടിയിട്ട് വന്നിട്ട് അവിടെ നിന്നു. അങ്ങനെ പുള്ളിയുടെ കൂടെ നിന്നിട്ട് ഇസ്ലാമിലേക്ക് കടന്നതായിട്ട് അവിടെ പ്രഖ്യാപിച്ചു. അങ്ങനെ കടന്ന് പുള്ളി അതും കഴിഞ്ഞ് അങ്ങ് പോയി. ബൈഅത്ത് ചെയ്യാന്നൊക്കെ പറയും. അങ്ങനെ ചെയ്ത് പുറത്തേക്ക് പോയപ്പോൾ റസൂലുള്ളാഹി എണീറ്റ് നിന്നിട്ട് ചോദിക്കുകയാണ് കൂടെ നിന്ന ആളുകളോട്, ഞാൻ മൂന്ന് തവണ ഇങ്ങനെ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നു, തല കുനിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഐ കെപ്റ്റ് സൈലന്റ് സോ ദാറ്റ് വൺ ഓഫ് യു മൈറ്റ് ഗെറ്റ് അപ്പ് ആൻഡ് സ്ട്രൈക്ക് ഹിസ് ഹെഡ് ഓഫ്. ഇതാണ് സ്ട്രൈക്ക് ഓഫ് ഹിസ് ഹെഡ്. ഇതാണ് പറഞ്ഞത്. ഞാൻ മിണ്ടാതിരുന്നത് എൻ്റെ കൂടെ നിൽക്കണ നിങ്ങൾ ആരെങ്കിലും ഒരുത്തൻ അവൻ്റെ തല വെട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്ത് മണ്ടന്മാരാണ് നിങ്ങൾ, ഞാൻ മിണ്ടാണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്ത് കോപ്പന്മാരാണെന്ന് പറഞ്ഞിട്ട് കലി തുള്ളുന്ന മുഹമ്മദിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന മണ്ടന്മാർ അവർ പറയാണ്, ഓ അതായിരുന്നോ സംഭവം, ഞങ്ങൾക്ക് മനസ്സിലായി, എന്നാൽ ഒന്ന് കണ്ണുകൊണ്ടൊന്ന് കണ്ണിറുക്കി കാണിച്ചാൽ പോരായിരുന്നോ, ഒരു ചെറിയ ജസ്റ്റർ കാണിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു, എൻ്റെ പൊന്നു ചങ്ങായിമാരെ, ഞാനൊരു പ്രവാചകനല്ലേ, എനിക്ക് അങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അവരെ ശകാരിക്കുന്നത്. ഹി ആൻസർ ദാറ്റ് എ പ്രൊഫറ്റ് ഡസ് നോട്ട് കിൽ ബൈ പോയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വിശ്വസിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടത് വീണ്ടും ഇതിൻ്റെ ഒരു ഹദീസ്, ഇത് വലിയൊരു ഹദീസാണ്. ഇതിലെ ആ ഭാഗം മാത്രം ഞാനൊന്ന് പറയാം. അതായത് ഓൺ ദ ഡേ ഓഫ് ദ കോൺക്വസ്റ്റ് ഓഫ് മക്ക ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് ഗ്രാൻഡഡ് അംനസ്റ്റി ടു ദ പീപ്പിൾ. കുറേ ആളുകളെ വെറുതെ വിട്ടു, അതിൽ ആക്രമിക്കുന്ന ആളുകളെയൊക്കെ കൊല്ലാനും ഉത്തരവിട്ടു, എക്സെപ്റ്റ് 4 men and 2 women. എന്നിട്ട് പറഞ്ഞു, കിൽ ദം ഈവൻ ഇഫ് യു ഫൈൻഡ് ദം ക്ലിങ്ങിങ് ടു ദ കവേഴ്സ് ഓഫ് കഅബ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകളെയൊക്കെ ഇതേപോലെ ആരെങ്കിലും കൊല്ലാൻ വേണ്ടി വന്നാൽ നേരെ കഅബ, നമ്മൾ ആ ബ്ലാക്ക് ബോക്സുമ്മ പോയി കെട്ടിപ്പിടിക്കും. അങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ ഭവനമുള്ള അവിടെ ചോര വീഴാൻ പാടില്ല, ബാക്കിയുള്ളിടത്തൊക്കെ ചോരയായാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അവിടെ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കും. അങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന ചങ്ങാതിമാരെയാണ് നേരത്തെ അവിടെ വെട്ടിക്കൊന്നതിൻ്റെ ചിത്രം അവിടെ നമ്മൾ കണ്ടത്. ആ നബി അസ്ലി അത് വളരെ ഭംഗിയായിട്ട് അത് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉത്തരവിൽ തന്നെ പറയാണ്, അവിടെ പോയി നിന്നാൽ പോലും അവനെ വെറുതെ വിടരുത്, അവനെ കൊന്നിട്ടേ വരാവുള്ളൂ. കിൽ ദം ഇഫ് യു ഫൈൻഡ് ദം ക്ലിങ്ങിങ് ടു ദ കവേഴ്സ് ഓഫ് കഅബ എന്ന് തന്നെയാണ് പറയുന്നത്. ആദ്യമേ പോയി പിടിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൊല്ലാതെ വിടണ്ട, തൽക്കാലം കൊന്നേക്കൂ എന്ന് തന്നെയാണ് ഉത്തരവിടുന്നത്. അങ്ങനെ ചെല്ലുന്ന കൂട്ടത്തിൽ ഇബ്നു സർ പുള്ളിയുടെ അവിടെ എത്തി. അപ്പോൾ മെസ്സഞ്ചറിൻ്റെ അടുത്ത് വരുന്നു, കോൾ ദ പീപ്പിൾ ഗീവ് ദെയർ ഓത്ത് ഓഫ് അലീജിയൻസ്. ഹി ബ്രോട്ട് ഹിം ആൻഡ് മെയ്ഡ് ഹിം സ്റ്റാൻഡ് ബിഫോർ ദ പ്രോഫറ്റ്. അപ്പോൾ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് ആക്സെപ്റ്റ് ദ അലീജിയൻസ് ഓഫ് അബ്ദുള്ള. ഉസ്മാൻ പറഞ്ഞു, he raised his head and looked at him 3 times, refusing his allegiance each time. Then he accepted his allegiance after 3 times. ആദ്യത്തെ 3 തവണ അത് അംഗീകരിച്ചില്ല, ഇങ്ങനെ ഒഴിഞ്ഞു നിന്നു. 3ാമത്തെ തവണ അത് എടുത്തു. എന്നിട്ട് ആൾ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചോദിക്കുകയാണ്, then he turned to his companions and said, was there not any sensible man among you who would get up when he saw me refusing to give him my hand and kill him? They said, we did not know. O Messenger of Allah, what was in your heart? Why did you not gesture us with your eyes? കണ്ണൊന്ന് ഇറുക്കി കാണിക്കാഞ്ഞത് എന്തുകൊണ്ട്? അവഹേളനമായിട്ട് തോന്നിയിരിക്കും, മാപ്പാക്കണം. ഓക്കെ, he said, it is not befitting for a prophet that his eyes be deceitful. അങ്ങനെ ഒരു സംഭവം, കണ്ണുകൊണ്ട് ഇതുപോലുള്ള കളികൾ, അത് ഒരു പ്രവാചകന് ചേർന്നതേ, ഞാൻ ആ ടൈപ്പല്ല, അതുകൊണ്ട് കാണിച്ചില്ല, എന്നാലും അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ സംഭവം മക്ക വിജയത്തിൻ്റെ സമയത്ത് ശത്രുക്കളോട് പോലും ക്ഷമിച്ചു പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് തള്ളിമറിക്കുന്ന വിശ്വാസികൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഒരു കാര്യം. അതിൻ്റെ ബോണസ് ടിപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ക്ഷമിച്ചിട്ടൊന്നുമില്ല. എതിർത്ത് നിന്നവരെയൊക്കെ കൊല്ലാനും അല്ലാതെ ആളുകളോട് മതത്തിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ അവർ മതത്തിലേക്ക് വരികയുമാണ് ചെയ്തത്. അതിൽ തന്നെ ഇതുപോലെ സീക്രട്ട് ഓർഡർ ഇട്ട് പണ്ട് തന്നെ തനിക്കെതിരെ കവിത എഴുതിയ ആളുകളെയും ഡാൻസ് കളിച്ച ആളുകളെയൊക്കെ കൊല്ലാൻ ഉത്തരം വിട്ട ആളുമാണ്. അതുപോലെ തന്നെ ഇബ്നു സർ എന്ന് പറയുന്ന ഈ സ്ക്രൈബ്, മുഹമ്മദിൻ്റെ തട്ടിപ്പ് കൈയോടെ പിടികൂടിയ ആൾ, അങ്ങനെ എക്സ് മുസ്ലിമായിട്ട് മതം ഉപേക്ഷിച്ച ആൾ, പുള്ളിയെ കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടതാണ് നമ്മളിവിടെ കണ്ടത്. അതിൽ തന്നെ അബീ സറൈനോട് പോലും ക്ഷമിച്ചു എന്ന് പറയുന്നത്, എവിടെ ക്ഷമിച്ച് എന്ന് തോന്നിപ്പിക്കുകയാണ് ചെയ്തത്. ക്ഷമിച്ചിട്ടില്ല. ക്ഷമിച്ചത് അങ്ങനെ ഞാൻ ക്ഷമിച്ച പോലെ നിന്നത്, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആരെങ്കിലും അവൻ്റെ തല വെട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ എന്ത് കോപ്പന്മാരാണ്, ഞാൻ അങ്ങനെ നിന്നിട്ട് നിങ്ങൾ തല വെട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുന്നതിന് മുഹമ്മദിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര മനോഹരമായ മാതൃകയാണ് മുഹമ്മദ് നബി നമുക്ക് കാണിച്ചു തരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് 1ഉം 2ഉം അല്ല. ഇതുപോലെ നമ്മൾ കഅബ് ബിൻ അഷ്റഫിൻ്റെ കഥ പറയാറുണ്ട്, എങ്ങനെയാണ് കഅബ് ബിൻ അഷ്റഫിനെ കൊന്നത് എന്നുള്ളത്. ഇതുപോലെ നബിയെ വിമർശിച്ച് കവിത എഴുതിയ ആളാണ്. ആ ആളെയും ഇതുപോലെ കൊല്ലുന്നതിന് വേണ്ടി ഉത്തരവിടുന്നു. അങ്ങനെ
ആരുമില്ല ഇവിടെ ഇവനെ കൊല്ലാനെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവർ ആവശ്യപ്പെടുകയാണ്, ഞാൻ കൊല്ലാം, പക്ഷേ എനിക്കൊരു ചെറിയ തന്ത്രം പ്രയോഗിക്കാൻ ഒരു അവസരം തരണം. ഓക്കെ ശരി എന്ന് പറഞ്ഞു വിടുന്നു. അവിടെ മുഹമ്മദ് പഠിപ്പിക്കുന്നുണ്ട്, വാർ ഈസ് ഡിസീറ്റ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള കള്ളത്തരങ്ങളും ഇതുപോലെയുള്ള ചതിയും തന്നെയാണ് യുദ്ധത്തിൽ ഉണ്ടാവുക എന്ന് മുഹമ്മദ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ ആശയം തന്നെയാണത്. അതുകൊണ്ടാണ് ഹമാസ് ഇന്ന് തക്കിയ പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ സമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നിപ്പിച്ച് 6 വർഷം നീണ്ട ആ ഒരു പ്രിപ്പറേഷനൊടുവിൽ ഇന്ന് ആ ഒക്ടോബർ 7 നടത്തിയ ആ ഒരു ഭീകര പ്രവർത്തനവും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് എത്തിച്ചതും അത് നമ്മൾ അവിടെ നിന്ന് ഓർക്കേണ്ടി വരും. അങ്ങനെ ഈ തരത്തിൽ കഅബ് ബിൻ അഷ്റഫിൻ്റെ അടുത്തേക്ക് ഒരു ചതി പ്രയോഗത്തിനായിട്ട് വരികയും അവൻ്റെ തലയിലുള്ള എണ്ണയുടെ വാസന കിട്ടാൻ വേണ്ടി, തല മണക്കാൻ വേണ്ടി ഒരു തവണ ചോദിക്കുന്നു, രണ്ടാമത്തെ തവണ ചോദിക്കുമ്പോൾ കഴുത്ത് വെട്ടിയെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ചതി. സമാനമായ രീതിയിൽ തന്നെയാണ് വീട്ടിൽ നിന്ന് ആളെ ഇറക്കിക്കൊണ്ടുവന്ന് ഇതുപോലെ കൊന്നു തള്ളുന്ന കാഴ്ച. ചേകന്നൂർ മൗലവിയെ കൊന്നു തള്ളി, നമ്മളുടെ ഫാറൂഖിനെ കൊന്നു തള്ളിയതും ഇതുപോലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ കൂട്ടുകാരായിട്ട് കൂടെ കൂടിയിട്ട് അങ്ങനെ അവരെ കൊന്നു തള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു കഥ ഈ പറഞ്ഞ നബി അസ്ലി എന്ന് പറയുന്ന ചാനലിൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് അവിടെ കാണാം. ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ QR കോഡ് ഒന്ന് ഇമേജായിട്ട് എടുത്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും, ആ വീഡിയോ നേരിട്ട് കാണാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ പിക്ചോറിയലായിട്ടുള്ള ഒരു രീതിയിൽ അത് വായിക്കാനാണ് താല്പര്യം, അതിൻ്റെ റെഫറൻസും വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ തന്നെ ഉണ്ട്, അതിൻ്റെ ലിങ്കും ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. എല്ലാ റെഫറൻസും അവിടെ ഉണ്ട്. വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. നമ്മൾ വെറുതെ അവഹേളനം, തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് കൈയെടുക്കാൻ കഴിയില്ല. നമ്മൾ പറയുന്ന സംഗതികളിൽ എന്താണ് തെറി, എന്താണ് അവഹേളനം, എന്താണ് നമ്മൾ പറയുന്നത് നുണ, 1 2 3 നിങ്ങളിടൂ. എത്ര ഇൻഫിനിറ്റി വരെ ഉണ്ടല്ലോ നമ്പറുകൾ, നിങ്ങൾക്ക് ഇടാലോ. എന്താ നിങ്ങൾ അതിനെ ചെയ്യാത്തത്? അത് ചെയ്ത് കാണിക്കണം. വെല്ലുവിളിയായിട്ട് നിങ്ങളത് ഏറ്റെടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അവസാനമായിട്ട് ഒരു വീഡിയോ കൂടി കണ്ടിട്ട്, ഇന്ന് വീഡിയോ മഴയാണ്, അതും കൂടി കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് വേറെ ഒന്നുമല്ല, ഈ തരത്തിൽ വയലൻസ് ഇത് എത്ര നാൾ നിങ്ങൾ കൊണ്ടുപോകും എന്നുള്ളതാണ്. കുറച്ചു കാലം കൂടിയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ പിന്നെ കാണാൻ കഴിയും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വയലൻസ് ഉണ്ടാക്കുന്നതിനുള്ള ആഹ്വാനവും അത്തരത്തിലുള്ള ഡോഗ് വിസിലിംഗ് ഒക്കെ മാറിയിട്ട് പച്ചയായ നിലവിളി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നിലവിളി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെയുള്ള നിലവിളിയല്ല, കരച്ചിൽ, കണ്ണുനീര് വരുന്ന കരച്ചിൽ, ഈ വാവിട്ട് കരയുക എന്നൊക്കെ പറയുന്ന സംഗതി അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ എങ്ങനെ കരയണമെന്നോ എങ്ങനെയാണ് ആ നിലവിളി എന്നോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു ട്രെയിനിങ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പാകിസ്ഥാനിലെ കുറച്ച് മൊല്ലാക്കന്മാർ ഇതുപോലെ ഇരുന്ന് നിലവിളിക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയതാണ്. ഏതാണ്ട് 1 വർഷം പോലും ആയിട്ടില്ല, മാസങ്ങളായിട്ടുള്ളൂ. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇന്ന് ഇത് അവസാനിപ്പിക്കാം. വളരെയധികം നീണ്ടതാണെന്ന് ഞാൻ പറഞ്ഞു, ഓൾമോസ്റ്റ് 2 hours ആകുന്നു. അപ്പോൾ ആ വീഡിയോ ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഇത് പാകിസ്ഥാനിലെ കാലങ്ങളായിട്ട് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഡോഗ് വിസിലിങ്ങും ഈ വയലൻസും ഐഷ ബീബിയുടെ ഒക്കെ കഥ നമുക്കറിയാം. ക്രിസ്ത്യാനിയായിരുന്നു, അവരെയൊക്കെ വളഞ്ഞിട്ട് ആക്രമിച്ചത്, മതനിന്ദകരെ എന്താണ് ഗുസ്താഖ് നബി, എഖി സസ, സർതൻ സെ ജുദ എന്ന് പറഞ്ഞ് അവർ പിന്നാലെ കൂടി അവരെ കൊന്നു തള്ളിയെന്ന് ആ കാഴ്ചയും, തല വെട്ടിയിരുന്ന കാഴ്ചയും, ശ്രീലങ്കക്കാരനെ വെട്ടിക്കൊന്ന കാഴ്ചയും, തല്ലിക്കൊന്ന് തീയിട്ട കാഴ്ചയും, അങ്ങനെ പലതും നമ്മൾ കണ്ടു. അതിനൊക്കെ ശേഷം പാകിസ്ഥാനിൽ ആളുകൾ വ്യാപകമായിട്ട് മതത്തിനെ അവഹേളിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന തരത്തിലേക്ക് ആ മതത്തിനെ പിച്ച് ചീന്തുകയാണ് അവിടെ ചെയ്ത് വരുന്നത്. അതിനെ പുറന്തള്ളുകയാണ്, ആളുകൾ അതിൽ നിന്ന് ഒഴിവാക്കുകയാണ്, അതിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക. കാരണം അവരുടെ ജീവിതത്തിൽ അത്രമാത്രം പരിക്കേൽപ്പിക്കുന്ന, അവരുടെ ആ രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക്, അസ്ഥിരമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുകയാണ്. ഏതുപോലെ പാകിസ്ഥാൻ ടീമിലെ ക്രിക്കറ്റ് കളിക്കാർ പോലും ഇന്ന് 1-ാം നമ്പർ തീവ്രവാദികളായിട്ട് പോലും രംഗം വാഴുന്ന കാഴ്ച. ഗസ്വ-എ ഹിന്ദ് എന്ന് പറയുന്ന ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുക എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാധനത്തെ പോലും പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളായിട്ട് പാകിസ്ഥാൻ കളിക്കാർ പോലും മാറുന്നു, മതപ്രചാരകരായിട്ട് മാറുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതിൻ്റെ ഇടയിൽ അവിടുത്തെ മൊല്ലാക്കന്മാർ നിലവിളിയാണ്. എന്താ കാര്യം? ഈ അവിടെ വർദ്ധിച്ചു വരുന്ന മതനിരാസവും അതുപോലെ തന്നെ 400ഓളം ആളുകളെയാണ് അവരവിടെ ട്രാക്ക് ചെയ്തിട്ട് മതം വിട്ട 400 ലക്ഷത്തോളം ആളുകളെയാണ് അവർ ട്രാക്ക് ചെയ്തിട്ട് അവരെ ഇതുപോലെ തുറങ്കിലടയ്ക്കാൻ വേണ്ടി, അറസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം വലിയ നമ്പറാണ്. 4 ലക്ഷമോ 400 എന്തായാലും നമ്പർ ഇതിൽ പറയുന്നുണ്ട്, അതിലേക്ക് നമുക്ക് കിടക്കാം. എന്തായാലും ആ വാർത്തയാണ് നമുക്കിവിടെ കാണാനുള്ളത്, ആ കരച്ചിലാണ് നമുക്കിവിടെ കേൾക്കാനുള്ളത്. അത് കേട്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അതിലേക്ക് പോകുന്നു. इस मुल्क में आग लग जाए, ये 2-3 लोग नहीं है, ये पाकिस्तान में कोई 1-2 हजार नहीं है,
FIA साइबर क्राइम की रिपोर्ट के मुताबिक जो मुझे आज दिखाई गई है, उसके मुताबिक इनकी तादाद पाकिस्तान में 4 लाख है। 120 लोग गिरफ्तार हो चुके 4 हैं, लाख। 11 लोगों को सजाए मौत हो चुकी है। हम करें तो करें क्या, किस दरवाजे पर दस्तक दें? हम ये सवाल करना चाहते, क्या हम मुल्क में जलाओ घेराव करें? आपके मुल्क में तो हाल ये हो गया है कि दाड़िया किस्म के लोग आपके यहाँ लेक्चर्स दे रहे, और ये किसी एक घर की कहानी नहीं है, अब घर घर की कहानी बन चुकी है। एक आलिम दीन तौहीन करते हुए पकड़ा गया। आज उन्होंने मुझे जो रिपोर्ट दिखाई है, उस रिपोर्ट को देखकर मेरे रोंगटे खड़े हो गए। ये सब इस मुल्क में हो रहा है। ऐ वालिदैन, अपना हक अदा करो, बच्चों की निगरानी करो, और बच्चों की निगरानी हमने इस तरह से करनी है। उस दिन मुफ्ती अबू मोहम्मद साहब ने एक एप्लीकेशन की तरफ इशारा किया था कि घर के डिवाइसेस से उसको मुंसलिक करो, माँ बाप निगरानी करे। इस वक्त आपके मुल्क को तबाह करने की साजिश की जा रही है। मैं सिर्फ इशारतन ये अर्ज कर रहा हूँ, फैसल कुरैशी साहब प्राइवेट पार्ट्स पर ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह सय्यदा तय्यबा ताहिरा आबिदा जाहिदा ज़किया मुज़क्किया हजरत सय्यदा फातिमा का नाम लिखा हुआ है। इससे पहले हम मर क्यों नहीं गए? ये दिन देखने से पहले हमें मौत क्यों नहीं आ गई? इस वक्त ये कहा जा रहा है कि हम 7 अप्रैल को पाकिस्तान में तहफ़्फ़ुज़ नामूस रिसालत का दिन मनाने जा रहे हैं। मोहतरम फैसल कुरैशी साहब, उलमा आगाही फराम करे। ऐ वालिदैन, रब्बे काबा का वास्ता, कुरान का वास्ता, उठो और किरदार अदा करो और अपने बच्चों को, अपने मुल्क को और इस्लाम को बचाओ। ये मेरा पैगाम है। ये जज्बा इस्लाम को बचाओ। यहाँ से बोल चैनल से ये पैगाम जाना चाहिए कि हम में से कोई भी ये चीज बर्दाश्त नहीं कर सकता, और हर एक इस बात में अपना किरदार अदा करे। मैं चाहूंगा कि सब खड़े होकर ये जो है वो इस वक्त पैगाम दे, ताकि कौम तक एक पैगाम पहुंचे। नबी अलैहिस्सलाम की इज्जत और नामूस जिस मुल्क में महफूज नहीं, कुछ भी महफूज नहीं है। किबला, बात को उस तरह से डिस्कस नहीं किया जा रहा है जिस तरह से इस बात पे काम करना चाहिए। इनकी तो शक्लें लाके सामने दिखानी चाहिए, इन खंजीरों की, इन सब की एक एक की शक्ल लाके दिखाएं और इनको बताएं कि ये क्या कर रहे हैं। ये जो लोग हैं जिनको सजाए मौत दी जा रही है, जिनके साथ ये सब, इन सब की शक्लें दिखानी चाहिए ताकि वो खानदान के खानदान पता चले कि उनके खानदान में ये सारा कुछ क्या हो रहा है। पूरे मुनज़्ज़म कुव्वत और साजिश के जरिए से ऐसी वेबसाइट्स तख्लीक की गई हैं कि जिन पर इस अंदाज से तौहीने सहाबा आले बैत और किया जा रहा है कि प्राइवेट पार्ट्स पर और के जो औराक हैं उनके साथ वो निजासत को साफ करना, फिर आले बैत सहाबा ज़वाज मुतारात के मुकद्दस नाम, उनको माज़अल्लाह सरेआम उनके ऊपर गंदगी डालना, और इस तरह की वीडियोज ये हैं। और इसके पीछे मुनज़्ज़म नौजवान लड़कियां, लड़कों को इस्तेमाल किया जा रहा है। लड़कियों को इस हवाले से वो अट्रैक्ट करती हैं, नौजवान लड़कों को जब वो साइट्स के ऊपर विजिट करते हैं तो वहां से वो खुद ब खुद वो उनके जनाब वो पेजेस खुलते हैं तो वो उनको इस तरफ अट्रैक्ट करती हैं कि इसके पीछे बैरूनी करोड़ों अरबों रुपया आ रहा है। और मुनज़्ज़म साजिश के तहत 4 लोग थे जिन्होंने 2019 के अंदर ये एक ग्रुप बनाया था, और उसके बाद इस वक्त इन अकाउंट्स की तादाद 4 लाख हो चुकी है। वो जो 4 बनाने वाले थे वो इस वक्त सजाए मौत के उनके ऊपर दफा लग चुका है। इसमें जर्नलों के बेटे भी हैं, इसमें जजों के बेटे भी हैं, इसमें पाकिस्तान की तीसरी रिच पर्सनैलिटी का बेटा भी है। मैंने आज तक आपको इस നിലവിളി. कमजोर नहीं देखा। യോ, ഇങ്ങനെ കരച്ചിൽ വേറെ കണ്ടിട്ടില്ല. किसी जगह पे तौहीन नहीं सुनी। हम वो बदनसीब हैं जो ये सारा कुछ देख रहे हैं। ശരിക്കുള്ള നിലവിളി ഇതാണ്. जिंदगी നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ആ ഇരിപ്പ് വേണ്ട और इस പാവങ്ങൾ. मुल्क का अमन, इस मुल्क की तबाही करने के लिए इस हद तक मेरा മന്നാനി കണ്ടോ, പെറ്റ തള്ള സഹിക്കില്ല. അപ്പൊ ഇതുപോലെ കരയണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വയലൻസും പരിപാടിയൊക്കെ നിർത്തി വെച്ചിട്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇവിടെ നടക്കുന്ന വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവുക. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ ഡോഗ് വിസ്ലിംഗ് നടത്തി ഇതുപോലെ കാലം കഴിച്ച് കൂട്ടാമെന്നാണ് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ മമ്മദ് പോലും അതിൽ വിജയിച്ചിട്ടില്ല. പിന്നെയാണ് ഒരു മന്നാനി, ഒരു മൊല്ലാക്കിക്കും അതിൽ വിജയിക്കാൻ കഴിയുന്നില്ല. ഇവിടെയാണ് നമ്മൾ മുഹാബല എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ചും കൂടി ഒന്ന് മെൻഷൻ ചെയ്യേണ്ടി വരും. അതായത് ഒരു
ഇതുപോലെ ശാപ പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ജബ്ബാർ മാഷി ചെയ്തത് വീട്ടിൽ കിടപ്പുണ്ട്. കൊടിയത്തൂർ മുഹാബല എന്ന് പറഞ്ഞിട്ടൊരു മുബാഹല എന്ന് പറയുന്ന ഒരു സംഭവം. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ആളുകളെ അങ്ങോട്ട് ശരിയാക്കി കളയാം എന്ന് പറയുന്നൊരു സംഗതിയാണ്. അങ്ങനെ മുഹമ്മദ് നബിയുടെ കാലത്ത് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവരവരുടെ ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ മുബാഹല നടത്തിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുക, ഇതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടി. എന്താ എന്നിട്ട് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സംഗതി ശരിക്കും ഫലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രാർത്ഥന ശരിക്കും മുഹമ്മദ് നബിക്ക് എതിരായിട്ടാണ് ഫലിച്ചതെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. കാരണം മുഹമ്മദിൻ്റെ ആ കുടുംബത്തെ കുളം തോണ്ടുകയാണ് ചെയ്തത്. നമ്മളുടെ അബൂ സുഫിയാനും കുടുംബവും അവിടെ വളർന്നു വന്നിട്ട് അതാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം ഇന്ന് നമ്മൾ കാണുന്ന ഷിയ സുന്നി പ്രശ്നം പോലും നിലനിൽക്കുന്നത് ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇതേപോലെ ഈ കൊടിയത്തൂർ മുബാഹലയും ഇതുപോലെ വലിയ തമാശകളൊക്കെയാണ്. ഈ ഏറ്റവും അടുത്ത ദിവസം നമ്മളുടെ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇതുപോലെ ഇസ്രായേലിനെതിരെ സംസാരിച്ചുകൊണ്ട് പുള്ളിക്കെതിരെ വലിയ എന്തോ ശാപവാക്കുകളൊക്കെ നടത്തി അങ്ങ് പ്രസംഗിച്ച് നടന്നു പോകുന്ന വഴിക്ക് പുള്ളി പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ക്യാരക്ടറൈസേഷൻ വെച്ചിട്ടാണ് അള്ളാഹുവിനോട് ഇവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇവർക്കെതിരെ പണി കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പണി കൊടുത്തത് മൂപ്പർക്ക് ആ പ്രാർത്ഥിച്ച ആൾക്ക് തന്നെയാണെന്ന് വരുമ്പോൾ അവിടെ എന്താ വരുന്നത്? ഇവർക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പണി കൊടുക്കണമേ, ജൂതന്മാർക്കും അവരുടെ കൂട്ടാളികൾക്കും പണി കൊടുക്കണമേ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾക്ക് പണി കൊടുക്കണമെന്ന് പറയുമ്പോൾ, ഈ പണി കൊടുക്കുന്നത് സത്യത്തിൽ ഈ ഹമാസ് തന്നെയാണെന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്നും പടച്ചോന് നന്നായിട്ട് അറിയാമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുകൊണ്ടായിരിക്കണമല്ലോ പ്രാർത്ഥിച്ച് നടന്നു പോകുമ്പോൾ തന്നെ സ്പോട്ടിൽ പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് കൊടുത്തത് എന്ന് നമ്മൾ ചോദിച്ചു പോവാണ്. അതൊന്നും പറയാൻ പാടില്ല. പക്ഷേ ശാപപ്രാർത്ഥന എന്ന് പറയുന്നതും ഇങ്ങനെ ആളുകളെ മരണം അവർക്ക് കിട്ടാൻ വേണ്ടി പുഴുത്തു ചാവാനും വേണ്ടിയിട്ട് ശപിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മതം, അതിന് മാതൃക എന്നോണം തബ്ബത്ത് യഥാ അബീലഹബിംബ തബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഖുർആനിക സൂറത്ത് പോലും കുത്തി നിറച്ചു കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അത് പറയാനുള്ള അർഹതയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്, നിങ്ങൾ ഇതുപോലെയുള്ള ശാപപ്രാർത്ഥനയും ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ആ പരിപാടി അതാദ്യം നിർത്തുക. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുക. വയലൻസ് അല്ല ഇതിൻ്റെ ഒരു പരിഹാരമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്ലാമിനകത്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ അത് പ്രശ്നങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ മുന്നോട്ട് വന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം, ഈ അവഹേളനം, ഈ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിൽ പറയുമ്പോഴുണ്ടാകുന്ന നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം, കുരുപൊട്ടൽ, ഇതെല്ലാം അവസാനിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഇതൊന്നും എന്നും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഒരു ആഗ്രഹമുള്ള വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു മതനിരാസം എൻ്റെ ഇതായിട്ടുള്ള പേഴ്സണൽ ലെവലിൽ ഇത് പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ, അല്ലെങ്കിൽ ഇത് എൻ്റെ കുടുംബക്കാർ അറിയുന്നൊരു ഘട്ടം വന്നപ്പോൾ, അവർ എനിക്കെതിരെ എടുത്ത നിലപാടുകൾ എന്ന് പറയുന്നത് ഒരു താലിബാനിസം തന്നെയായിരുന്നു, വയലൻസ് ആയിരുന്നു. അതിനോടുള്ള വിയോജിപ്പ്, അതിനോടുള്ള ആ ഒരു പ്രതികരണം എന്ന നിലയിലും ഇത് വേറെ ആർക്കും അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളൊരു ഒരു 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 ലക്ഷ്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ താലിബാനിസം നിർത്തിയാൽ, ഈ ഇസ്ലാമിക ഭീകരവാദം, ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ ഓരോ വീടുകളിലും നിലനിൽക്കുന്ന ഈ ഭീകരവാദം, ഇസ്ലാമിക ഭീകരവാദം അവിടെ അവസാനിപ്പിച്ചാൽ നമ്മളിതിനെ വിമർശിക്കുന്ന ആ അവസ്ഥ അവിടെ കുറയും, ഇല്ലാതെയാവും. എന്ന് വെച്ചാൽ ഏത് മതത്തിൽ നിന്നും മറ്റേത് മതം പോലെ ഇതുപോലെ മതം ഉപേക്ഷിക്കുന്നതും മതം മാറുന്നതൊക്കെ എങ്ങനെയാണോ അവരിൽ അത് നോർമലൈസ് ചെയ്തത്, സമാനമായ രീതിയിൽ ഇസ്ലാമിലും അത്തരത്തിലൊരു നോർമലൈസേഷൻ വന്നാൽ, മതം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമൊന്നും അല്ലാതെ ആയി മാറിയാൽ, ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്, ഇതിനൊന്നും കാഴ്ചക്കാരുണ്ടാവില്ല, കേൾവിക്കാരുണ്ടാവില്ല. ഇന്നിപ്പോൾ 600-700 ആളുകളൊക്കെ ഇന്നിവിടെ വന്നത് കാണാൻ ഇടയായത് പോലും ഈ വിഷയം ഇത്ര റെലവൻ്റ് ആയതുകൊണ്ടാണ്. റെലവൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് കാണാൻ ആളുണ്ടാവില്ല. അപ്പോൾ ഇത് റെലവൻ്റ് ആക്കി നിർത്തിയത്, ഇത് ഇന്ന് ഇതുപോലെ 2 മണിക്കൂർ നീണ്ടു നിന്നൊരു വിഷയാവതരണമാക്കി മാറ്റാൻ ഒരു അവസരം സൃഷ്ടിച്ചതുപോലും മന്നാനിയല്ലേ, നിങ്ങളല്ലേ ഇപ്പോൾ എനിക്ക് ഇത് വീണ്ടും കുറേ ആളുകളെ കാഴ്ചക്കാരെ സമ്മാനിച്ചു തന്നത്. അപ്പോൾ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ, ഈ അവഹേളനവും ഇതൊക്കെ നിർത്തേണ്ടതാണ് നിങ്ങളുടെ ആവശ്യമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ യന്ത്രം ഓഫാക്കുക എന്നുള്ളതാണ്. അതിന് തയ്യാറാകാതെ ഡോഗ് വിസിലിംഗ് നടത്തിക്കൊണ്ട് നടന്നാൽ ഇത് തീരാൻ പോകുന്നില്ല. നേരത്തെ കണ്ട പോലെ പാകിസ്ഥാനി മൊല്ലാക്കന്മാരിരുന്ന് നിലവിളിച്ച പോലെ നിങ്ങളും നിലവിളിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ വരാൻ പോകുന്നത്. അതിനുള്ളൊരു മുന്നറിയിപ്പായിട്ട് ഇത് കാണുക. മന്നാനി ഇത് ആ ഒരു സെൻസിലെടുക്കുമെന്ന് ഒരു പ്രതീക്ഷ എനിക്കുള്ളതുകൊണ്ട് ഞാൻ ആ രീതിയിൽ പറയുന്നു.